Hello all, welcome to our new session. In last video, I discussed about simply supported beam detailing. Now I discussing about the detailing of continuous beam over two spans. അപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂസ് ബീംസിനെ കുറിച്ചാണ്. എന്താണ് കണ്ടിന്യൂസ് ബീംസ്? സിമ്പിളായിട്ട് ഡെഫിനിഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ദിസ് ബീംസ് ഈസ് സിമിലർ ടു സിംപ്ലി സപ്പോർട്ടഡ് ബീം എക്സെപ്റ്റ് മോർ ദാൻ ടു സപ്പോർട്ട്സ് ആർ യൂസ്ഡ് ഇറ്റ്. അപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ നമ്മൾ ടു സപ്പോർട്ട്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. രണ്ട് എൻഡിലും ടു സപ്പോർട്ട്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കേസിൽ കണ്ടിന്യൂസ് ബീംസിൻ്റെ കേസിൽ മോർ ദാൻ ടു സപ്പോർട്ട്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ലെങ്ത്ത് കൂടുതലായതുകൊണ്ടാണ്, ഇപ്പോൾ ബീം ലെങ്ത് ഒക്കെ കൂടുതലായതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് സപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്പാൻ ലെങ്ത് വരുന്നത് ഒന്നിൽ കൂടുതൽ സ്പാൻസ് വരുന്നുണ്ട് ഈ ഒരു കണ്ടിന്യൂസ് ബീംസിൽ. പിന്നെ അടുത്ത പോയിന്റ് പറയുന്നുണ്ട്, വൺ ഓർ മോർ സപ്പോർട്ട്സ് ആർ യൂസ്ഡ് ബിറ്റ്വീൻ ദീസ് ബീംസ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, രണ്ട് സപ്പോർട്ട്സിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഒന്നോ അതിലധികമോ സപ്പോർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലോങ് കോൺക്രീറ്റ് ബ്രിഡ്ജസ് വേർ ലെങ്ത് ഓഫ് ബ്രിഡ്ജ് ഈസ് വെരി ലാർജ്. അപ്പോൾ നമ്മളൊരു ലോങ് കോൺക്രീറ്റ് ബ്രിഡ്ജിൽ നമ്മൾ കണ്ടിന്യൂസ് ബീംസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കാരണം അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്, ബീമിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ലാർജാണ്. ഇനി നമുക്കതിൻ്റെ ഡീറ്റെയിലിംഗ് ഡ്രോയിങ്സ് ആണ് ചെയ്യേണ്ടത്. അപ്പം നേരത്തെ നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം ചെയ്തതുപോലെ തന്നെ കുറച്ച് റിക്വയർഡ് ഡാറ്റാസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അല്ലേ? ആ റിക്വയർഡ് ഡാറ്റാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗിവൺ ഡാറ്റാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എഫക്റ്റീവ് സ്പാൻ, അപ്പോൾ നമുക്ക് ഇവിടെ ടു സ്പാൻ ലെങ്ത് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സ്പാൻ ലെങ്ത്തിൻ്റെയും സെക്കൻഡ് സ്പാൻ ലെങ്ത്തിൻ്റെയും ലെങ്ത്ത് ഈക്വൽ ആണ്. 4.30 മീറ്റർ ആണ് എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ കൊടുത്ത പോലെ തന്നെ ബിയറിംഗ് ഓഫ് ബീം കൊടുത്തിട്ടുണ്ട് 300 mm. ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 300 mm ഇൻറ്റു 400 mm ആണ്. അതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 300 mm ഉം ഡെപ്ത്ത് എന്ന് പറയുന്നത്, ബീമിൻ്റെ ഡെപ്ത്ത് എന്ന് പറയുന്നത് 400 mm ആണ്. വാൾ തിക്നെസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 300 mm. നമ്പർ ഓഫ് സ്പാൻ ലെങ്ത് എന്ന് പറയുന്നത് 2 നമ്പേഴ്സ് ആണ്. അതായത് 2 സ്പാൻ ലെങ്ത്തിലാണ് നമ്മൾ ബീം പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മെയിൻ ബാർസ് എന്ന് പറയുന്നത് 2 നമ്പേഴ്സ് ആണ്. 12 mm ഡയ വരുന്ന 2 നമ്പേഴ്സ് ഓഫ് മെയിൻ ബാർസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റിറപ്പ് എന്ന് പറയുന്നത് 6 mm ഡയ വരുന്ന സ്റ്റീൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സ്റ്റിറപ്പിൻ്റെ സ്പേസ് കാണിച്ചിട്ടുണ്ട് 0.75 D ആണ്. നെക്സ്റ്റ് ബെൻഡപ്പ് ബാർസ് ആണ്. ബെൻഡപ്പ് ബാർസ് 2 നമ്പേഴ്സാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 12 mm ആണ് ഡയമീറ്റർ. പിന്നെ ആങ്കർ ബാർസ്, ടോപ്പ് പോർഷനിൽ ആങ്കർ ബാർസ് കൊടുക്കുന്നുണ്ട്. അത് 2 നമ്പേഴ്സാണ്. 10 mm ആണ് ഡയ. എഫക്റ്റീവ് കവർ കൊടുക്കുന്നത് 25 mm ആണ്. അത് എൻഡ് സപ്പോർട്ടിലേക്ക് വരുമ്പോൾ 40 mm ആണ് കവർ കൊടുക്കുന്നത്. നമ്മൾ ഡ്രോ ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന സ്കെയിൽ 1:25. ഇത്രയും ഡാറ്റാസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരു കണ്ടിന്യൂസ് ബീമിൻ്റെ ഡ്രോയിങ്സ് അല്ലെങ്കിൽ ഡീറ്റെയിലിംഗ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു കണ്ടിന്യൂസ് ബീമിൻ്റെ ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുള്ള ഒരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ട വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ, സിമ്പിൾ സപ്പോർട്ടഡ് ബീമിൻ്റെ കൊടുത്ത പോലെ തന്നെ എഫക്റ്റീവ് സ്പാൻ എന്നുള്ള പ്ലേസിൽ 4.3 മീറ്റർ ആണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ 2 സ്പാൻ ലെങ്ത് ഉണ്ട് അല്ലേ? L1 എന്നുള്ള സ്പാൻ ലെങ്ത്തും ഉണ്ട്, L2 എന്നുള്ള സ്പാൻ ലെങ്ത്തും ഉണ്ട്. ഇത് രണ്ടും ഈക്വൽ ലെങ്ത്താണ് വരുന്നത്. പിന്നെ ഇവിടെ റീൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് സി എന്നുള്ള സെക്ഷൻ കാണുന്നുണ്ടോ? ആ സ്പാനിൻ്റെ മിഡ് പോയിൻ്റ് സെക്ഷൻ ചെയ്തതാണ്. അവിടെ ബോട്ടം റീൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് 4 മെയിൻ ബാർസാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മിഡ് സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ, DD എന്നുള്ള സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ, അവിടെ ടോപ്പ് പോർഷനിൽ റീൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 4 മെയിൻ ബാർസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെക്ഷനിലേക്ക് വരുമ്പോൾ, BB സെക്ഷനിലേക്ക് വരുമ്പോൾ അവിടെ ടോപ്പ് പോർഷനിൽ
4 മെയിൻ ബാർസാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ 2 സെൻറ്ററിൽ വരുന്ന 2 ബാർസ് എന്ന് പറയുന്നത് ബെൻഡപ്പ് ബാർസാണ് ഓർ ക്രാങ്ക്ഡ് ബാർസ്. 45 ഡിഗ്രി ആംഗിളിൽ ക്രാങ്ക് ചെയ്ത ബാർസാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ വേണം നിങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റിറപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ സ്പേസിങ് കാണിച്ചിട്ടുണ്ട്, സ്റ്റിറപ്പിന് സ്പേസിങ് കാണിച്ചിട്ടുണ്ട്. മിഡ് സ്പാൻ വരുമ്പോൾ സ്പേസിങ് കുറച്ച് കൂടി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ എൻ സപ്പോർട്ടിലേക്ക് വരുമ്പോൾ സ്പേസിങ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അത് കാണിക്കണം. ഇവിടെ സ്റ്റിറപ്പ് കൊടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ മെയിൻ ബാർസിനെ ഹോൾഡ് ചെയ്ത് നിർത്തുക, അതുപോലെ തന്നെ മാക്സിമം സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഡ്രോയിങ് ഷീറ്റിലേക്ക് ഡ്രോ ചെയ്യുമ്പോൾ ആ 3 സെക്ഷൻസും മാർക്ക് ചെയ്യണം. സെക്ഷൻ BB, സെക്ഷൻ DD, സെക്ഷൻ CC മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ബെൻഡപ്പ് ബാർസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബിയറിംഗ് വാൾസിന് സെൻട്രൽ നിന്ന് എഫക്റ്റീവ് സ്പാനിൻ്റെ 0.15 ലെങ്ത്താണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ബെൻഡിങ് കൊടുക്കേണ്ടത് 45 ഡിഗ്രി ആംഗിളിലാണ് ക്രാങ്ക്ഡ് പോർഷൻ കാണിക്കേണ്ടത്.